നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് തൈലമൊക്കെ പുരട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദിന് അമലു. ആ സമയത്ത് അമലു ചോദിച്ചു, അല്ല അതെ വേദനയുണ്ടോ വിനായേട്ടാ? അപ്പോഴേക്കും കണ്ണുകൊണ്ട് ഉണ്ടെന്ന് പറയണേ, എനിക്കറിയാം വേദനയുണ്ടെന്ന്. അതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അത് തൈലമൊക്കെ പുരട്ടിയാലോ എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെടുള്ളൂ. പിന്നുണ്ടല്ലോ ഇനിയിപ്പം വേദനയുണ്ടെങ്കിലും വിനയേട്ടന് പറയാൻ പറ്റില്ലല്ലോ, ഒന്ന് ഉറക്കെ ഒന്ന് കരയാൻ പോലും പറ്റില്ലല്ലോ, ശബ്ദമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, തൊണ്ടയിൽ കുറച്ച് തൈലം എടുത്ത് പുരട്ട് വേണം. ഈ തൈലം പുരട്ടിയാൽ മതി. എൻ്റെയൊക്കെ ശബ്ദം ഇടറി കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ തൈലം പുരട്ടിയ തടവി തരാറുള്ളത്. പിന്നെ നല്ല ഊർജിതമായിട്ട് സംസാരിക്കാൻ പറ്റും, പിന്നെ ഒരു പ്രശ്നവും കാണത്തില്ല. അതുപോലെ തന്നെ വിനായകേട്ടന് അധികം വൈകാതെ തന്നെ സംസാരശേഷി തിരികെ കിട്ടൂ കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കുണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് തൈലമൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോഴേക്കും വേലു അങ്ങോട്ട് വന്നു. വേലുവിന് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ തൈലം പുരട്ടി കൊടുക്കുന്നേ? അതെന്തിനാന്നാ ചോദിച്ചേ? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ തൈലം ഒന്നും പുരട്ടി കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ പുരട്ടി കൊടുത്തോളാന്ന്. അതിനിപ്പം ഞാൻ പുരട്ടി കൊടുത്താൽ എന്താ പ്രശ്നം? അതെ നീ അങ്ങനെ ഇപ്പൊ പുരട്ടി കൊടുക്കണ്ട, പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇവിടെ ഒരാളെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ അതൊക്കെ ചെയ്തോളും, നീ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് അമലിനെ അങ്ങോട്ട് മാറ്റിയിരുത്തി. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഓ ഇപ്പൊ ഞാൻ ചെയ്താൽ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഭാര്യ ആവണ്ടാളോ നീ? അതിന് ഭാര്യ ആയിട്ടൊന്നും ഇല്ലോ, അതിനുമ്പ് ഇത്ര അധികാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും കൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. വേലുവിന് ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. ഗംഗാപ്രസാദ് ഇതൊക്കെ കണ്ട് ഉള്ളിച്ചിരിക്കുവാണ്. പിന്നീട് അമലും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വേലു പറഞ്ഞു, സാറേ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാനാ. ആ നന്ദിയും സ്നേഹവും ഒക്കെ വേണം കേട്ടോ, അല്ലെങ്കിലുണ്ടല്ലോ അവളൊരു പാവമാണ്, വെറുതെ അവളുടെ മനസ്സിളക്കാൻ വേണ്ടി നോക്കരുത്. സാറിനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ വിചാരിച്ച സാർ ഒരു പാവമാണെന്ന് കരുതിയിരുന്ന, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് സാർ ഒരു ക്രിമിനലാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തൈലം പുരട്ടുവാണ്. നല്ല ദേഷ്യത്തോടെയാണ് തൈലം പുരട്ടുന്നത്. അപ്പോഴേക്കും ഗംഗാപ്രസാദിന് വേദന എടുക്കുന്നുണ്ട്. സാറിന് വേദന എടുക്കുന്നുണ്ടല്ലേ? വേദന എടുത്താലോ പെട്ടെന്ന് തന്നെ ഈ മുറിവുകളൊക്കെ കരിയോളൂ സാറേ, ഇത്തിരി വേദനയൊക്കെ നല്ലതാ. ഞങ്ങൾക്ക് മർമ്മങ്ങളൊക്കെ അറിയാം. മൂപ്പൻ എന്നെ മർമ്മങ്ങളൊക്കെ എവിടെയാന്നൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മർമ്മത്തൊന്നും തന്നാണ്ടല്ലോ സാർ ഇതേ കിടപ്പ് തന്നെ കിടക്കും, പിന്നെ ഒരിക്കലും എഴുന്നേക്കാൻ പോകുന്നില്ല. എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത്. അപ്പൊ അവനൊന്നും മിണ്ടിയില്ല. ഓ മിണ്ടാൻ അറിയത്തില്ലോ അല്ലേ സാറേ? തൈലം പുരട്ടണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ വന്ന് പുരട്ടി തരൂലേ? അല്ല സംസാരശേഷി ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് ഒന്നും പുരട്ടി തന്നോളൂ, അതിന് അവൾ ഇവിടെ ഒന്ന് കുത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കാട്ടിലെ പെൺകുട്ടികളെ വഞ്ചിച്ചിട്ട് പോയിട്ടുണ്ടെ അറിയാലോ എന്താന്ന്. ഇതേ കാട്ടിലെ ആൾക്കാരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ തരുന്ന രണ്ടുപേരാ. കാട്ടുവാസികൾ വെറുതെ വിടത്തില്ല, അതോടൊപ്പം തന്നെ മലദൈവങ്ങള് അവരും വെറുതെ ഇരിക്കില്ല. സാറിന് പിന്നെ വെച്ചേക്കില്ല, ജീവനും കൊണ്ട് സാർ പിന്നെ പോകത്തില്ല എന്നൊക്കെ പറയണ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ സാറിന് കൊള്ളാം, അല്ലെങ്കിൽ സാറിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് വേലു ദേഷ്യപ്പെട്ട് മരുന്ന് തേച്ചുകൊണ്ടിരിക്കുക. ആ സമയം മൂപ്പനും ഭാര്യയും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ മൂപ്പന്റെ ഭാര്യ പറഞ്ഞു, അല്ല ആ ആ ചെറുപ്പക്കാരന് കുറച്ച് കുറഞ്ഞു വരുമല്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവനെ പറഞ്ഞു വിടാറാകുമല്ലേ? അതെ പറഞ്ഞു വിടാം, പക്ഷെ അവന് സംസാരശേഷി ഇതിനായിട്ടും തിരിച്ചു കിട്ടിയിട്ടൊന്നുമില്ല. ഈ സമയത്ത് മൂപ്പന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോഴാണെങ്കിൽ വേലുവിനാണ് ഭയങ്കര സംശയം അമുലുവിനെ വെച്ച്. സംശയോ? അതേന്നെ, കാരണം എപ്പോ നോക്കിയാലും അവൾ അവന്റെ മുറിയിലാന്നും പറഞ്ഞുകൊണ്ട് അവൻ ഓരോന്നോരോന്നൊക്കെ പറയുന്നുണ്ട്. മൂപ്പൻ പറഞ്ഞു, അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല, ഞാൻ അമുലുവിനോട് പറഞ്ഞ് അവനെ പോയി ശുശ്രൂഷിക്കാനൊക്കെ പറഞ്ഞ് ആ പയ്യനെ നേരെയാക്കുമ്പോ അവൻ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയാണ്. ആ സമയത്താണ് അവിടേക്ക് അമലു വരുന്നത്. അമലു വന്നിട്ട് പറഞ്ഞു, അതെ അപ്പനല്ലേ പറഞ്ഞു എന്നോട് പറഞ്ഞത് ആ വിനായകനേട്ടൻ നോക്കണോന്ന് പറഞ്ഞു, എന്നിട്ടോ ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നതൊന്നും വേലുവേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ മോളെ എപ്പോഴും സംശയത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? മോളെ അത് നീ വിട്ടുകളാ, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനല്ലേ അവന്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു സംശയം കാര്യങ്ങളൊക്കെ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും വേലു അങ്ങോട്ട് വന്നു. വേലു വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പ് പറഞ്ഞു, എന്താടാ നിന്നെക്കുറിച്ചും എൻ്റെ മോള് പരാതിയാണല്ലോ പറയണേ? അത് പിന്നെ മൂപ്പൻ അറിയാലോ എനിക്ക് ഇവളെ എത്രമാത്രം ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇവള് വേറൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യത്തോടെ പെരുമാറുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എടാ അങ്ങനെ ഒരു രോഗിയല്ലേ, അപ്പൊ അങ്ങനെ ശുശ്രൂഷിക്കാനല്ലേ അവള് പോകുന്നത്. എത്രയൊക്കെ ആള് മാമ, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം മാമ തന്നെ പറഞ്ഞിരിക്കുന്ന നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ സൂക്ഷിക്കണം എന്നൊക്കെ. എടാ അവൻ ഇത്തിരി ഭേദമായി കഴിയുമ്പോൾ അങ്ങോട്ട് പോയിക്കോളൂ. നീ ഒരു കാര്യം ചെയ്യുക, അവന് ഭേദമായി കഴിയുമ്പോൾ നീ തന്നെ അവനെ കടത്തി വിട്ടാ മതി, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ സമയത്ത് അമലു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം ഞാൻ വിനായകയുടെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ അതെ വേളിച്ചേട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കേണ്ട, പറഞ്ഞു കേട്ടല്ലോ. അതെ
വിനായകേട്ടന് ഭേദമായിരിക്കുമ്പോൾ വിനായകേട്ടൻ അങ്ങോട്ട് പോയിക്കോളും. പാവം സംസാരശേഷി പോലും ഇല്ലാത്ത, കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര പാവമാണ്. വേലു പറഞ്ഞു, അതെ അങ്ങനെ ആളെ കണ്ടിട്ട് അളക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് തോന്നേ അവനൊരു കുഴപ്പം പിടിച്ചവനാന്നാ തോന്നേ. അത് കേട്ടപ്പോ അമലോട് സഹിച്ചില്ല. അമല് പറഞ്ഞു, ഇതേ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയരുത്. പാവം വിനായകേട്ടനെ അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ ആൾക്കാർ വന്നു. ഞാനപ്പോ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അയാളെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ഉപദ്രവിച്ച ആൾക്കാരാന്നാ തോന്നേ. ഇനിയിപ്പോ ഫോറസ്റ്റുകാരല്ലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട്. എന്താണെങ്കിലും വിനായകനെ എത്രയും പെട്ടെന്ന് തന്നെ ശുശ്രൂഷിച്ച് ഭേദപ്പെടുത്തണം അപ്പാന്നൊക്കെ പറയാം. മോള് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വേലിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളുടെ മേലെ നിനക്ക് സംശയമൊന്നും വേണ്ട കേട്ടോ. അല്ല അത് പിന്നെ മാമ, ഞാൻ അങ്ങനെ എന്തേലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മോള് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഈ വിവാഹം ഞാനങ്ങ് നടത്തില്ല. അത് കേട്ടപ്പോ വേലിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പത്തേനും മൂപ്പന്റെ ഭാര്യ പറഞ്ഞു, എടാ നീ വിഷമിക്കൊന്നും വേണ്ട, അത് വെറുതെ തമാശ പറഞ്ഞ മൂപ്പൻ. തമാശ ഒന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടി. എന്റെ മോളുടെ സന്തോഷം എനിക്ക് വലുത്. വേലുവിന് ഭയങ്കര വിഷമമായിപ്പോയി. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് വേലു ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഗംഗാപ്രസാദിന്റെ അരികിലിരുന്ന് വീണ്ടും തൈലമൊക്കെ പുരട്ടി ഭയങ്കര സന്തോഷത്തോടുകൂടി അമലു ഇരിക്കുകയാണ്. അമലുവിന്റെ പ്രത്യേക ഒരു താല്പര്യം ഗംഗാപ്രസാദിനോട്. ആ തൈലം പുരട്ടി കൊടുക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ പോയാൽ ശരിയാവും തോന്നില്ല. വല്ലാത്തൊരടുപ്പ അവനോട് അവള് കാണിക്കുന്നത്. ഇങ്ങനെ പോയാൽ മിക്കവാറും അവന്റെ നെഞ്ചത്ത് തന്നെ താൻ കടാര ഇറക്കേണ്ട വരും. അതിനുള്ള അവസരം ഇവനായിട്ട് ഉണ്ടാക്കി തരുമെന്നാ തോന്നുന്നേ. വേലുവിന് ഭയങ്കര ദേഷ്യ സങ്കടമായിരുന്നു. തന്റെ പെണ്ണ് മറ്റൊരാളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ അവൻ ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം കിരണും കല്യാണിയും കൂടെ സംസാരിക്കുകയാണ്. കല്യാണിയുടെ മുഖത്ത് അപ്പോഴും സങ്കടമായിരുന്നു. കിരൺ ചോദിച്ചു, നിന്റെ സങ്കടം ഇതായിട്ടും കുറഞ്ഞില്ല കല്യാണി? അതിപ്പോ എത്രയാന്ന് പറഞ്ഞാലും അമ്മയുടെ മുഖം എന്റെ മനസ്സിലേക്ക് എപ്പോഴും എപ്പോഴും വന്നോണ്ടിരിക്കുക കിരണേട്ടാ. പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ? സാരമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട. അതെ, ഇനിയിപ്പോ കാർത്തികയുടെ കല്യാണത്തോടെ കഴിഞ്ഞ ശേഷം നീ ഓഫീസിലേക്കൊക്കെ വരാൻ തുടങ്ങുക. ഓഫീസിൽ വന്നു കഴിയുമ്പോഴത്തേനും അവിടുത്തെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ആ മനോഹറിന്റെ കുറെ കത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അവൻ കത്തയച്ചോണ്ടിരിക്കുക. അവന് വീണ്ടും മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. സരയു പറഞ്ഞു, അത് ശരിയാകത്തില്ല കിരണേട്ടാ. സരയുമില്ല, കല്യാണി പറഞ്ഞു, അത് ശരിയാകത്തില്ല കിരണേട്ടാ. നമ്മള് സരയുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമല്ലേ അത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവള് പറഞ്ഞിട്ടുള്ളതല്ലേ ഇനി കൊണ്ടേ കാണിക്കരുതെന്ന്. കിരൺ പറഞ്ഞു, അത് ശരിയാ. കാരണം കഴിഞ്ഞ തവണ എന്നോടൊപ്പം ആ ഗംഗാപ്രസാദിനെ തേടാൻ വരുന്ന സമയത്ത് അവളൊരു കാര്യം മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ മനോഹർ പുറത്തു വന്നു കഴിയുമ്പോൾ അവനെ തീർക്കണം എന്നുള്ള കാര്യം. അവന് ആ ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളൊക്കെ അവളാണ് കൊണ്ടുതന്നെ. കാരണം അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി ചോർത്തിക്കൊണ്ട് തന്നാ. അവൾക്കൊരു പ്രതീക്ഷയുണ്ട്, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മനോഹരനെ നമ്മൾ തീർക്കും എന്നുള്ള കാര്യത്തില്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കല്യാണി പറഞ്ഞു, ഇപ്പൊ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ ഈ കൺമണി മോളോടൊപ്പം കുറെ കാലം കഴിഞ്ഞുകൊണ്ടായിരിക്കാം അവളോട് ഇത്രമാത്രം സ്നേഹം അവന്. പക്ഷെ അത് എത്രമാത്രം അതിനകത്ത് ഒറിജിനാലിറ്റി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ സഹായിക്കാനും പറ്റില്ല. പക്ഷെ ഇനി അവനെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവന് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തെഴുതിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലോ കിരണേട്ടാ. നമുക്ക് നോക്കാം, എന്തായാലും വഴിയുണ്ടോ എന്ന് നോക്കാന്നൊക്കെ കിരൺ ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് കല്യാണിക്ക്. ആ സമയത്ത് രാഹുലാണെങ്കിൽ മനോഹറിനെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും ഒരു സഹതടവുകാരൻ ഓടി പോലീസുകാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഓടി അങ്ങോട്ടേക്ക് വാ, അവിടെ മനോഹറിന്റെ തലയടിച്ച് പൊട്ടിക്കുകയാണ് രാഹുൽ എന്ന് പറയണ. പോലീസുകാർ ഓടിച്ചെന്നപ്പോഴത്തേന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനോഹറിനെയാ കാണുന്നത്. ആ സമയത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞു, എടാ രാഹുലെ നിനക്കിട്ട് വെച്ചിട്ടുണ്ടാ. ഒരുത്തരാണെങ്കിൽ തലതലി പൊളിച്ചപ്പോ പുറത്തിറങ്ങി വെലസ് നടക്കുക. ചത്തിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. നിനക്കിട്ട് വന്നിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മനോഹറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. ഈ സമയത്ത് ബാക്കി പോലീസുകാർക്ക് എസ് ഐ നിർദ്ദേശം കൊടുക്കുക, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അറിയാലോ, ഇതിനു മുമ്പ് ഒരുത്തൻ ഇങ്ങനെ വന്ന് കടന്നു, അവൻ പോയി, അവൻ ഇറങ്ങിപ്പോയി, ചത്തോ ജീവിച്ചോ എന്ന് പോലും അറിയത്തില്ല. ഇനി ഇവന്റെ മുറിയിലേക്ക് ആര് കടന്നു പോയാലും സൂക്ഷിക്കണം. ഇവൻ ICUലാണ്, ഇവനിച്ച ക്രിട്ടിക്കലും കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. ഇവനും കൂടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് പുറത്തിയാടിയിട്ടുണ്ട്, അതോടുകൂടി തീർന്നതൊക്കെ പറഞ്ഞു ഉപദേശം കൊടുക്കുകയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സരു എന്ത് ചെയ്യണം, രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. രാഹുലിനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രാഹുലിനെ കാണാൻ പറ്റില്ലെന്ന് അവിടുത്തെ ജയിൽ വാർഡൻ പറഞ്ഞു. അപ്പോൾ സരുവിന് കാര്യം മനസ്സിലായില്ല. കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് മുമ്പ് വരുമ്പോൾ നിങ്ങളുടെ അച്ഛനെ കാണിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ചന്ദ്രസേന സാറും അതുപോലെ തന്നെ കിരൺ സാറും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാ രാഹുലിനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അത് നടക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, അതെന്താ എൻ്റെ അച്ഛനെ കാണിക്കാനായിട്ട്?
അയാൾ ഇവിടെ വെറുതെ വെറുതെ വന്നതല്ലെന്ന് അറിയാലോ. അയാൾ ഒരു പക്ക ക്രിമിനൽ തന്നെയാണ്. ഇപ്പൊ ആ ക്രിമിനൽ ബുദ്ധിയാണ് അയാളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭർത്താവ് കിടപ്പുണ്ടായിരുന്നു മനോഹർ, അവന്റെ തല തല്ലി പൊളിച്ചു. അതുകൊണ്ട് അയാളെ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാണ്. അത് കേട്ടത് സരുവിന് ഭയങ്കര സന്തോഷമായി. സത്യമാണോ സാറെന്ന് ചോദിക്കുക. ആ സമയത്ത് അവളുടെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയിൽ വാർഡൻ പറഞ്ഞു, നീ ആള് കൊള്ളാലോ പെണ്ണെ, അവന്റെ തല തല്ലിപ്പൊളിച്ചെന്ന് അറിഞ്ഞ ഭയങ്കര സന്തോഷമായല്ലോ. അപ്പോഴേക്കും സരു എഴുന്നേറ്റു. സരി പറഞ്ഞു, സാറേ എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ തല്ലിക്കെടുത്തിയെന്നറിയാവോ. നീയും അത്ര വലിയ മോശമൊന്നും അല്ലല്ലോ. നീയും ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നടക്കുമായിരുന്നല്ലോ. ആ കഥകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയം സരയ് പറഞ്ഞു, ഇതങ്ങനെയൊന്നും അല്ല സാറേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ക്രിട്ടിക്കലായിട്ട് കിടക്കുക ഹോസ്പിറ്റലില്. ഒരു പക്ഷേ ഇനി ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് പോലും അറിയത്തില്ല. മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമായിരിക്കും. കാരണം അവന് നല്ല മാറ്റമുണ്ട്. പക്ഷെ മോളുടെ അച്ഛന്റെ കാര്യം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവന് എന്താണെങ്കിലും നല്ല ശിക്ഷ തന്നെ കിട്ടും. കഠിന ശിക്ഷയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ശിക്ഷയിൽ ഒരു ഇളവ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം. പക്ഷെ സരുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. മനോഹറിന്റെ തല തല്ലി പൊളിച്ചല്ലോ. ഇനിയിപ്പോ മനോഹറിനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിലും തനിക്ക് ഇല്ലാതാക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.